സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അനുശ്രീ സത്യന് കൊന്നത്തടി മുക്കുടം SNDP ശാഖായോഗത്തിന്റെയും പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. SNDP അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 603 റാങ്ക് കരസ്ഥമാക്കിയ മുക്കുടം നെടിയാനിക്കൽ അനുശ്രീ സത്യനാണ് SNDP മുക്കുടം ശാഖായോഗത്തിന്റെയും മുക്കുടം പൗരാവലിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. തുടർന്ന് അനുമോദന യോഗവും ചേർന്നു. SNDP അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ഗുരുവിന്റെ വാക്കുകളെ കൃത്യമായി പാലിക്കാൻ അനുശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ വലുതല്ല എങ്കിൽ പോലും ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം പഠിക്കാം എന്ന് ആഗ്രഹിച്ചത് പഠിച്ചു നേടിയതാണ്. നമ്മൾ പറയുന്ന പോലെ ചില കുടുംബങ്ങളിലെ സാഹചര്യങ്ങൾ മാറുന്നത് വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്നത് മാത്രമാണ്. ഇന്ന് ഈ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല മാറ്റമുണ്ടാകും. മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ പൊതുസമൂഹത്തിൽ ജീവിക്കും. ഇല്ലെങ്കിൽ ഇന്ന് മാതാപിതാക്കളും അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. മക്കൾ നല്ല നിലയിലേക്ക് വരുമ്പോൾ മക്കളെ അംഗീകരിക്കുന്നതിനേക്കാളും കൂടുതൽ മാതാപിതാക്കളെയാണ് അംഗീകരിക്കുക, തിരിച്ചറിയുക എന്ന് എനിക്ക് തോന്നുന്നത് ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊന്നാടി അണിയിച്ചും മൊമെന്റോ നൽകിയും അനുശ്രീയെ അനുമോദിച്ചു. ഞാൻ ലോകത്ത് തന്നെ ഏറ്റവും പാടുള്ള എക്സാം എന്ന് വിളിക്കപ്പെടുന്ന സിവിൽ സർവീസസ് എക്സാമിന് വേണ്ടി കഴിഞ്ഞ 3-4 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പം അതിൽ 603 റാങ്ക് വന്ന് ആണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ബ്യൂറോക്രസിയുടെ തന്നെ ഒരു ഹയസ്റ്റ് പെഡസ്റ്റലിലുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുമായിരുന്നു ഇത്രയും നാള്. ഇപ്പൊ അത് ലഭിച്ചു. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ആദ്യം തന്നെ ദൈവത്തോടാണ്. കാരണം ഈ ഒരു എക്സാം എനിക്കൊരു സിമ്പിൾ പ്രോസസ് അല്ലായിരുന്നു. കാരണം ഞാൻ എല്ലാ സ്റ്റേജിലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന എക്സാമാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക അധ്യക്ഷനായിരുന്നു. ജോയിന്റ് കൺവീനർ ലിതീഷ് കുമാർ, PK ഉണ്ണികൃഷ്ണൻ, ജനപ്രതിനിധികൾ, വിവിധ ശാഖായോഗം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.